ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഋഗ്വേദത്തിലൂടെ ഒരു സഞ്ചാരം എന്നുള്ളതാണ്. ഋഗ്വേദത്തിലെ കാലത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ പരമ്പരയുടെ ഒന്നാം ഭാഗമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഋഗ്വേദം സംസ്കൃത ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. ഇതിലെ മന്ത്രങ്ങൾ ചൊല്ലിപ്പതിച്ചാണ് കൈമാറിയിരുന്നത് എന്ന് പറയപ്പെടുന്നു. വേദകാലത്തെ സംസ്കൃതവും ഇപ്പോഴുള്ള സംസ്കൃതവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. വേദമന്ത്രങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ കാലത്തിൽ നിന്ന് പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 3500 കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് എന്ന് കരുതാം. അതായത് അത്രയേ ഉള്ളൂ എന്ന് പറയാം. കാരണം മനുഷ്യരുണ്ടായതും മനുഷ്യവർഗം ഉണ്ടായതും ഒക്കെ അതിലും എത്രയോ മുമ്പേ ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ നേരെ ഒന്നാം അധ്യായത്തിലോട്ട് പോകുന്നു. ഒന്നാം അധ്യായത്തിൽ അനുഭാഗം 1-ൽ ഒന്നാമത്തെ സൂക്തത്തിൽ 9 സ്തുതിഗീതങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ സ്തുതിഗീതം തുടങ്ങുന്നത് നോക്കാം. അഗ്നിമീളെ പുരോഹിത യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം എന്ന് തുടങ്ങിയുള്ള 9 സ്തുതിഗീതങ്ങളും അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് ഉള്ളത്. ഇവിടെ യജ്ഞപുരോഹിതനായി അഗ്നിയെ വാഴ്ത്തുന്നു. രണ്ടാം സ്തുതിയിൽ മഹർഷിമാർ ഇതിനു മുമ്പും ഉണ്ടായിരുന്നതായി മനസ്സിലാവുന്നു. മൂന്നാം സ്തുതിയിൽ അഗ്നി ധനത്തെ നൽകുന്നു എന്ന് പറയുന്നു. ഇതിൽ നിന്നും അന്നത്തെ കാലത്ത് ധനസമ്പാദനം ഉണ്ടായിരുന്നു, ധനസമ്പാദനത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. നാലാം സൂക്തത്തിൽ ദേവഗണങ്ങൾ സ്വർഗസ്ഥരാണ് എന്ന് കാണാം. അതായത് സ്വർഗത്തെ പറ്റിയുള്ള ഒരു ഭാവന അന്നേ ഉണ്ടായിരുന്നു. സ്വർഗത്തിലാണ് ദേവഗണങ്ങൾ വസിക്കുന്നത്. അഞ്ചാമത്തെ സ്തുതിഗീതത്തിൽ അഗ്നിയെ യജ്ഞത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള സ്തുതിഗീതമാണ്. അഗ്നിയെ കൂടാതെ മറ്റ് ദേവഗണങ്ങളും യജ്ഞത്തിലേക്ക് വരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. 6, 7, 8 ഇവ മൂന്നും യജ്ഞവുമായി ബന്ധപ്പെടുത്തി തന്നെ ആണ് അഗ്നിയെ സ്തുതിക്കുന്നത്. 9-ാം സൂക്തത്തിൽ പുത്രൻ പിതാവിൻ്റെ അടുത്തേക്ക് എത്ര എളുപ്പത്തിലാണോ എത്തുന്നത്, അതുപോലെ ഞങ്ങൾക്ക് നിന്നിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും എന്ന് പറയുന്നു. ഇങ്ങനെയാണ് സൂക്തം 1-ലെ സ്തുതിഗീതങ്ങൾ. ഓക്കെ, ഇനി സൂക്തം 2-ൽ നോക്കാം. സൂക്തം 2-ൽ വായമാ യാഹി ദർശതേ മേ സോമ അരം കൃത തേഷാം പാഹി സുധീഹ. ഈ സൂക്തത്തിലും 9 സ്തുതിഗീതങ്ങളാണ് ഉള്ളത്. അവിടെ വായുവിനെയാണ് സ്തുതിക്കുന്നത്. ഒന്നാം സ്തുതിഗീതത്തിൽ വായുവിനോട് സോമരസം പാനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നു. സോമരസം ആണ് യജ്ഞത്തിൻ്റെ ഒരു മുഖ്യ നിവേദ്യം. 2-ലും 3-ലും സോമരസപാനം തന്നെയാണ് പറയുന്നത്. 4, 5, 6 ഈ സ്തുതിഗീതങ്ങളിൽ വായുവിനെ കൂടാതെ ഇന്ദ്രനെയും കൂടെ യജ്ഞത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. 7, 8, 9 ഈ ഗീതങ്ങളിൽ മിത്രൻ, വരുണൻ ഇവർ ഹോമദ്രവ്യം കഴിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.
മിത്രൻ, വരുണൻ ഇവർ മഹാശക്തിശാലികളാണെന്ന് പറയുന്നു. സൂക്തം 3-ൽ 1, 2, 12 സ്തുതിഗീതങ്ങളാണ് ഉള്ളത്. 1ഉം 2ഉം സ്തുതിഗീതങ്ങൾ അശ്വിനി ദേവന്മാരെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. 3-ൽ അവരുടെ ഗുണഗണങ്ങൾ പറയുന്നു. അസത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഈ അശ്വിനി ദേവന്മാർ. സഞ്ചരിക്കുന്ന മാർഗം ദുർഘടമാണ്. ആ ദുർഘടമാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് അശ്വിനി ദേവന്മാർ ശക്തി പ്രാപിക്കുന്നത്. 4, 5, 6 ഈ സ്തുതിഗീതങ്ങൾ ഇന്ദ്രനോട് ആവർത്തിച്ച് പവിത്രമായ സോമരസം പാനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. 7, 8, 9 വിശ്വേദേവാസ, അതായത് വിശ്വദേവതകളെ സ്തുതിക്കുകയും അവരോട് യജ്ഞത്തിന് വേണ്ട സഹായങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ഇതാണ് 7, 8, 9 ഉള്ളത്. 10ാം സ്തുതിഗീതത്തിൽ ആണ് സരസ്വതി അല്ലെങ്കിൽ സരസ്വതി എന്ന വാക്ക് വരുന്നത്. വാജേഗീർ വാജിനീവതി, അതായത് ബുദ്ധി കൊണ്ട് ഭക്ഷണവും ധനവും സ്വായത്തമാക്കാൻ സഹായിക്കുന്ന സരസ്വതിയെ സ്തുതിച്ചുകൊണ്ട് ഈ 10ാം സ്തുതിഗീതം തുടങ്ങുന്നു. 11ൽ സരസ്വതിയുടെ ഗുണങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാണ് സരസ്വതിയുടെ ഗുണങ്ങൾ? ഉത്തമ ബുദ്ധി പ്രസരിപ്പിക്കുന്ന ആളാണ് സരസ്വതി. 12ാം സ്തുതിഗീതത്തിൽ ജ്ഞാനബുദ്ധിയിലേക്ക് മനുഷ്യരെ സരസ്വതി നയിക്കുന്നതായും പറയുന്നു. ഓക്കെ, അടുത്ത